ജനം ടിവിയുടെ പിറന്നാൾ ആഘോഷം ജനങ്ങളുടെ മനസ്സിലാണ്. രാവിലെ 6:30 തിരുവനന്തപുരത്തെ ജനം ടി വി കോർപ്പറേറ്റ് ഓഫീസിൽ പിറന്നാൾ ആഘോഷത്തിന് തിരിതെളിഞ്ഞു. ജനം ടിവിയുടെ 9ാം പിറന്നാൾ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും CG ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, കേക്കിൽ നിന്നും ഇനി പായസത്തിലേക്ക് കടക്കുകയല്ലേ? വിഷ്ണു, കേക്കിന്റെയും പായസത്തിന്റെയും ഒക്കെ മധുരമാണ് നമ്മുടെ പിറന്നാളിനുള്ളത്. അതിന് മുൻപ് രാവിലെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വാർത്താ ചാനലിനെ സംബന്ധിച്ച് അവരുടെ കരുത്ത് എന്നത്, നമ്മുടെ കരുത്ത് എന്നത് ന്യൂസ് ഡെസ്ക് ആണ്. രാവിലെ നമ്മൾ ജനം ടി വി ആക്കിയ കുറെ പേരെയൊക്കെ പരിചയപ്പെട്ടിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ നമ്മൾ കാണുന്ന ഓരോ വാർത്തകളും ആ വാർത്തകളാക്കുന്ന ആളുകൾ നമുക്കൊപ്പമുണ്ട്. അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാൻ ഇന്നത്തെ ദിവസം എന്തായാലും മുന്നോട്ട് പോകില്ല. നമുക്ക് ഈ പിന്നിൽ കാണുന്നതാണ് എഡിറ്റിംഗ് സൂട്ട്. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാമുകളും മറ്റ് പരിപാടികളും ഒക്കെ തയ്യാറെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് പ്രോഗ്രാം വിഭാഗമാണ്. നമുക്കൊപ്പം വാർത്താ വിഭാഗത്തിന്റെ എഡിറ്റിംഗ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഓരോ ന്യൂസ് പാക്കേജുകൾ നിങ്ങൾ കാണുന്നത് ഇവിടെ തയ്യാറെടുത്ത ശേഷമാണ്. എങ്ങനെ നിരവധി ആളുകളുടെ മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രയത്നമാണ് ഓരോ മിനിറ്റും നീണ്ടു നിൽക്കുന്ന ഇത്തരം വാർത്തകളായി നിങ്ങൾ കാണുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം നിങ്ങൾ കാണേണ്ടത് വോയിസ് ബൂത്താണ്. നമ്മുടെ മൊണ്ടാഷ് ആണെങ്കിലും ഓരോ മ്യൂസിക്കും ഒക്കെ കേൾക്കുന്നത് തയ്യാറെടുക്കുന്ന ഇവിടെയാണ്. ഇവിടെ ജനം ടിവിയിലെ AR റഹ്മാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം പ്രഹ്ലാദ് ഉണ്ട്. പ്രഹ്ലാദ് ജനം ടിവിയുടെ തുടക്കം മുതലുണ്ട്. ഞങ്ങൾ ജനം ടിവിയുടെ AR റഹ്മാൻ എന്നാണ് കളിയാക്കി വിളിക്കുന്നത്. നിങ്ങൾ തുടക്കം മുതൽ ഇവിടെയുണ്ട്. പ്രേക്ഷകർ കേട്ടു പരിചയപ്പെട്ട പല മ്യൂസിക്കുകളും ജനം ടിവി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന പല സംഗീതവും നിർമ്മിച്ച ഒരാൾ കൂടിയാണ് നിങ്ങൾ. ആ അനുഭവം വളരെ പെട്ടെന്ന്, സമയമൊന്നുമില്ല, വളരെ പെട്ടെന്ന് പറയണം. അനുഭവം ഇല്ല, നമ്മുടെ പ്രൊഫഷനല്ലേ, അപ്പോൾ ചെയ്യണു, പോണു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അതെനിക്ക് സന്തോഷം. അതിൽ വളരെ എളിമയുള്ള ഒരാളാണല്ലേ? എളിമ കുറച്ച് കൂടുതലാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായാലും നമ്മുടെ ബർത്ത്ഡേ അടിപൊളിയാവട്ടെ. ശരി, ഇപ്പോൾ ഈ ബർത്ത്ഡേ വിഷസിന്റെ ഭാഗമായി കേട്ട മ്യൂസിക്കും ചെയ്തത് പ്രഹ്ലാദാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഹ്ലാദിനെയാണ് നമ്മൾ ജനം ടിവിയുടെ AR റഹ്മാൻ എന്ന് വിളിക്കുന്നത്. എഡിറ്റിംഗ് വിഭാഗത്തിന്റെ മേധാവി രാജീവേട്ടൻ ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ലൈവ് വരുന്ന കണ്ടപ്പോൾ രാജീവേട്ടനെ പിന്നെ കാണാതായി. അഞ്ജന ചേച്ചി, ഇത് ജനം ടിവി കുടുംബത്തിലെ ഏറ്റവും പുതിയ അംഗങ്ങളിൽ ചിലരാണ് അഞ്ജന. നേരത്തെ ഇംഗ്ലീഷ് വെബിലായിരുന്നു, പിന്നീട് ഇപ്പോൾ ന്യൂസ് ഡെസ്കിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ ഒരു അംഗം എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ജനം ടിവി കുടുംബത്തെ ഓർക്കുന്നത്? വളരെ നല്ല അഭിപ്രായമാണ് ജനം ടിവിനെ പറ്റിയിട്ട്. ന്യൂസ് ചാനൽ എല്ലാവർക്കും അവനവൻ്റെ അഭിപ്രായം ഉണ്ടല്ലോ. ഇവിടുത്തെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടുത്തെ ആൾക്കാർ നല്ല അടിപൊളി ആൾക്കാരാണ്. എല്ലാവരും നല്ല സഹകരണത്തോടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ന്യൂസ് കണ്ടാൽ അറിയാമല്ലോ ഞങ്ങളുടെ എഫക്റ്റ് എങ്ങനെയാണെന്ന്. നാഷണലായാലും ശരി, ഇപ്പോൾ എലക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ഉമേഷ്, താങ്ക് യു. നമുക്കിനിയും പരിചയപ്പെടേണ്ട ഒന്ന് രണ്ട് ചില വ്യക്തിത്വം കൂടിയുണ്ട്. നമ്മുടെ മാനവ വിഭവശേഷി വിഭാഗം ഇവിടെയുണ്ട്. HR പ്രവീൺ, അവർക്ക് ക്യാമറയ്ക്ക് പിന്നിൽ മാത്രം നിൽക്കുള്ളൂ, മുമ്പിലേക്ക് വരാൻ വളരെ മടിയാണ്. കയറി വരൂ. ചേച്ചി എവിടെ? യെസ്, വരൂ. നമുക്ക് PCR ഒന്ന് കാണാം. അവിടെ നിന്നാണ് ഇപ്പോൾ കാണുന്ന വാർത്തയും മറ്റു വിശേഷങ്ങളും ഒക്കെ ഓണറിലേക്ക് പോകുന്നത്. അതിനുമുമ്പ് ചേച്ചിയോട് നമ്മുടെ താക്കോൽ സൂക്ഷിപ്പുകാരി അക്കൗണ്ട്സ് വിഭാഗത്തിൽ ചേച്ചിയും ജനം ടിവിയുടെ കുടുംബത്തിലെ ഏറ്റവും പുതിയ അംഗങ്ങളിൽ ഒരാളാണ്. പലരോടും ചോദിച്ച പോലെ തന്നെ ജനം ടിവി മറ്റു സ്ഥാപനവും തമ്മിലുള്ള വ്യത്യാസം ചേച്ചിക്ക് ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം? എന്താ പറയുന്നത്, പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മൾ വരാൻ പറ്റിയത്. നല്ലതായിട്ട് നടക്കട്ടെ. ഈ പുറകെ നിൽക്കുന്ന മുഴുവൻ ചേച്ചിയുടെ സംഘാംഗങ്ങളാണ്. മറ്റ് ചില വ്യക്തികൾ കൂടെ പരിചയപ്പെടാറുണ്ട്. വരൂ. പ്രവീണോട് പോയി. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന്, ഡെസ്കിൽ നിന്ന് PCR പോകുന്ന ഒരു പടിക്കെട്ടാണ്. ഇത് കയറി മുകളിലെത്തിയാലാണ് ഏറെ നിർണായകമായ നമ്മുടെ PCR
അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. എങ്ങനെയാണ് ഒരു വാർത്ത ഓണറിലേക്ക് പോകുന്നത് എന്നത് കാണാൻ സാധിക്കുന്നത് ഈ വിഭാഗത്തിലാണ്. ഇതാണ് നമ്മുടെ PCR NCR. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഒരു ചാനലിന്റെ ഹൃദയം എന്നൊക്കെ പറയാൻ സാധിക്കുന്നത്. വളരെ തിരക്കൊക്കെ ഇവരിപ്പോൾ അഭിനയിക്കുന്നുണ്ട്. വളരെ രാജുവേട്ടാ, തുടക്കം മുതൽ രാജുവേട്ടൻ എഡിറ്റിംഗ് വിഭാഗത്തിന്റെ ചീഫാണ്. തുടക്കം മുതൽ നമ്മോടൊപ്പമുള്ള ഒരാളാണ്. ജനൻ ടിവിയുടെ ആരംഭം മുതൽ 9 വർഷം പിന്നിടുന്നു. ഓണയർ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ജനൻ ടിവിയുടെ ഭാഗമാണ്. എങ്ങനെ ഓർക്കാം ആ കഴിഞ്ഞ ഒരു 10 വർഷം? സന്തോഷമുണ്ട്. ആദ്യം ഞാൻ ചെയ്തൊരു വീഡിയോ ലൈനിൽ പോയത് കാണാൻ പറ്റി. ഇപ്പോഴും ഇവിടെ നിൽക്കാൻ പറ്റിയ സന്തോഷം. വളരെ സിമ്പിളായി സന്തോഷം. ഗോവം പറയട്ടെ. ഓഞ്ചേട്ടൻ നമ്മുടെ ഒരു മുതിർന്ന സ്വിച്ചറാണ്. ഈ വാർത്താ മാധ്യമങ്ങളെ പറ്റി അറിയുന്നവർക്ക് മാത്രം അറിയുന്ന ഒരു സംവിധാനമാണ് സ്വിച്ചർ. എന്താണ് നിങ്ങൾ ഓണറിൽ കാണേണ്ടത്, ആ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഫൈനൽ അതോറിറ്റിയാണ്. എങ്ങനെ വിലയിരുത്തുന്നു ജനൻ ടിവിയുടെ 9 വർഷങ്ങൾ? നേരത്തെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയി, വീണ്ടും മടങ്ങി ജനകുടുംബത്തിലേക്ക് മടങ്ങിയെത്തി. നന്നായിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര എളിമയുടെ ആളുകളാണ്. ആർക്കും ഒന്നും മനസ്സ് തുറന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഏറ്റവും സീനിയറായുള്ള ആൾ മുതൽ ഏറ്റവും ജൂനിയറായ ആളുകൾ വരെയുണ്ട്. നമ്മുടെ പുതുതലമുറ. ലക്ഷ്മി, എങ്ങനെയുണ്ട് ജനൻ ടിവി? ജനൻ ടിവി പൊളിയാണ്. ബർത്ത്ഡേ വിഷസ്, ഓൾ ദി ബെസ്റ്റ്. അതുപോലെ ലക്ഷ്യപ്രിയ, എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇപ്പോൾ 1.5 വർഷമായി ഇവിടെ വന്നിട്ട് ഇത്രയും നാളും നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ PCR വിശേഷങ്ങൾ. വളരെ വേഗം താഴേക്ക് പോകേണ്ടിയിരിക്കും. താഴെ പായസമുണ്ട്, അത് കുടിച്ച ശേഷം മടങ്ങിയെത്താം. പിന്നീട് നമുക്ക് കാണേണ്ട മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കട്ടെ. ഗ്രാഫിക്സ് വിഭാഗമാണ്. നമ്മളിപ്പോൾ ഓണയറിൽ കാണുന്ന ഗ്രാഫിക്സ് സംവിധാനങ്ങളൊക്കെ വികസിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന മുഴുവൻ ഗ്രാഫിക്സും ഓണയറിൽ കാണുന്ന നമ്മുടെ മൊണ്ടാഷ് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇത് സിദ്ധാർത്ഥനൊരു ബോസ് കൂടിയുണ്ട്. അഖിൽ എവിടെ പോയി? പുറത്ത് HR-നെ കാണാൻ പോയിരിക്കുന്നത്. അഖിലാണ് ഇവരുടെ ചീഫ്. എങ്ങനെയുണ്ട് ജനൻ ടിവിയിലുള്ള? എത്ര വർഷമായി? അടിപൊളി. തീർച്ചയായിട്ടും 3 വർഷം കൊണ്ട് ജനൻ ടിവിയിലെ ഒരു സ്റ്റാഫ് ആവാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനിയും അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾ ചേർന്ന് പോവാം. ഈ ബർത്ത്ഡേയുടെ മൊണ്ടാഷ് ചെയ്ത് സിദ്ധാർത്ഥാണല്ലേ? അതെ, ഒരുമിച്ചൊരു ടീം വർക്കായിട്ട് നമ്മളത് ഫിനിഷ് ചെയ്തതാണ്. എല്ലാം വളരെ എളിമയുള്ള ആളുകളാണ്. വളരെ നിസ്വാർത്ഥമായി മറുപടി പറയുന്ന ആളുകളായതുകൊണ്ടാണ് ഇത്തരം. നമുക്കിനി കാണേണ്ടത് നമ്മുടെ സ്റ്റുഡിയോയാണ്. നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ് സ്റ്റുഡിയോ. ഇവിടെ ആങ്കർ വാർത്ത വായിക്കുന്നുണ്ട്, അവിടെ ക്യാമറ പ്രവർത്തകരൊക്കെ ഉണ്ട്. എന്നാലും അവർ നമുക്ക് ശല്യപ്പെടുത്തണ്ട. വളരെ വേഗം നമുക്ക് താഴേക്ക് പോകേണ്ടതുണ്ട്. താഴെ പായസം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ പായസത്തിലേക്ക് വിഷ്ണുവിനെ കൊതിപ്പിക്കുകയല്ല, പായസം താഴെ തയ്യാറാണ്. അതുകൊണ്ട് പായസം കുടിച്ച ശേഷം നമുക്ക് പായസത്തിന്റെ വിതരണം നമുക്കിപ്പോൾ അവിടെ ആരംഭിക്കും. രാവിലെ കേക്ക് ലഭിക്കാത്ത കുറെ അധികം ആളുകളുണ്ട്. അവർക്ക് പായസം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അതുകൊണ്ട് പായസം വിതരണത്തിനുള്ള സമയമായിട്ടുണ്ട്.